ആരാധനാക്രമ സംഗീതത്തിൻ്റെ മഹത്തായ ചൈതന്യവും അതിൻ്റെ പാരമ്യവും എന്ന് പറയുന്നത് ഒരു സംശയമില്ല കോറൽ സിംഗിങ് ആണ്. ആരാധനാക്രമ സംഗീതം എന്ന് കേൾക്കുന്ന ഏതൊരു ശ്രോതാവിൻ്റെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ചിത്രവും കോറൽ സിംഗിങ്ങിൻ്റേതാണ്. കോറൽ സിംഗിങ് ഈസ് ദ അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ചർച്ച് മ്യൂസിക്, അതിലൊരു സംശയമില്ല. പക്ഷെ ആരാധനാക്രമ സംഗീതത്തെ പരിപോഷിപ്പിക്കണം എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കോറൽ സിംഗിങ് പരിപോഷിപ്പിക്കണം എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. കാരണം ആരാധനാക്രമ സംഗീതം എന്ന് പറയുന്നത് കോറൽ സിംഗിങ് മാത്രമല്ല. പലപ്പോഴും ഒരു തെറ്റായ ധാരണ പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ചർച്ച് മ്യൂസിക് എന്ന് പറയുന്നത് കോറൽ സിംഗിങ് ആണ്, സംഘമായിട്ട് ഗാനം ആലപിക്കുന്നതാണ്. നല്ലതാണ്, പക്ഷെ അത് മാത്രമല്ല എന്നുള്ളതാണ് സത്യം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ രേഖകളിലോട്ട് ചെന്ന് നോക്കുമ്പോൾ ദേവാലയ സംഗീതത്തെക്കുറിച്ചുള്ള പല ഡിക്രികളും നാം നോക്കുമ്പോൾ അതിൽ വളരെ പർട്ടിക്കുലറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സോളോ സിംഗിങ് പാടാനും ഒറ്റയ്ക്ക് ഗാനം ആലപിക്കാനും ലിറ്റർജിയിൽ ഒത്തിരിയേറെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിൻ്റെ പ്രമാണരേഖകൾ ദേവാലയ സംഗീതത്തെക്കുറിച്ച് സെറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു നോം ആയിട്ട് കിടന്നിരുന്നത് ഓഫ് കോഴ്സ് ലാറ്റിൻ റൈറ്റിലെ ഗീതങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം ലാറ്റിൻ റൈറ്റിൽ വിശുദ്ധ കുർബാന മധ്യേ സോളോ സോങ് പാടാനായിട്ട് പ്രതിവചന സങ്കീർത്തനത്തിന് സോളോയായിട്ടാണ് പാടുന്നത്. ഹല്ലേലൂയ സുവിശേഷത്തിന് മുമ്പ് സോളോയായിട്ട് പാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സോളോ സോങ് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരാധനാക്രമ സംഗീതത്തിൽ കോറൽ സിംഗിങ് മാത്രമല്ല സോളോ സോങ് പാടാനും നമുക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞില്ല, നമുക്ക് ഇൻസ്ട്രുമെൻ്റലായിട്ട് വായിക്കുന്നതിനും നമുക്കൊരു സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ കേരളത്തിൻ്റേതായൊരു കോണ്ടെക്സ്റ്റിൽ മൂന്നാമത് പറഞ്ഞ കാര്യം ക്ലിയർ ആവാനായിട്ട് സാധ്യതയില്ല. എന്താണ് ഇൻസ്ട്രുമെൻ്റൽ എന്ന് ഞാൻ ക്ലിയർ ആക്കാം. ഞാൻ അതിനു മുമ്പ് സോളോ സോങ്ങിനുള്ള സാധ്യത എന്താണെന്ന് ഞാൻ പറയാം. പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖ ദേവാലയ സംഗീതത്തെക്കുറിച്ച് മുസിക്കാം സാക്രാം അതിനകത്ത് 42 ഖണ്ഡികയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോളോ ആയിട്ട് ഒരു ഗായകന് അല്ലെങ്കിൽ ഗായികയ്ക്ക് ഒറ്റയ്ക്ക് പള്ളിയിൽ ഒരു ഗീതം ആലപിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലിറ്റർജിക്കൽ സ്റ്റെബിലിറ്റി. 2, ദ ലിറ്റർജിക്കൽ സ്യൂട്ടബിലിറ്റി. 3rd, അതിൻ്റെ കോണ്ടെക്സ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പള്ളിയിൽ അത് മലങ്കര റൈറ്റ് ആകട്ടെ, ലാറ്റിൻ റൈറ്റ് ആകട്ടെ, സീറോ മലബാർ റൈറ്റ് ആകട്ടെ, നമുക്ക് കോറലായിട്ട് ഗാനങ്ങളൊക്കെ ആലപിക്കാം. പക്ഷേ കുർബാന സ്വീകരണം, കമ്മ്യൂണിയൻ, ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ വന്ന് ശാന്തമായിട്ട് ധ്യാനാത്മകമായിരിക്കുന്നൊരു സമയം നമ്മുടെ പള്ളിയിലെ നല്ലൊരു ഗായകനോ നല്ലൊരു ഗായികയോ വളരെ നല്ല അർത്ഥവത്തായ വരികളോടുകൂടി വളരെ സിമ്പിളായിട്ട് നല്ലൊരു ഗാനം ആലപിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവജനം അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ കൂടെ പാടണം എന്നൊരർത്ഥമില്ല. എത്രമാത്രം അവിടെ കമ്മ്യൂണിയൻ സ്വീകരിച്ചിരിക്കുന്നവരെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താനായിട്ട് ആ ഒരു സോളോ സോങ്ങിന് സാധിക്കും, ഒത്തിരിയേറെ സാധിക്കും. നമുക്കതിന് ഒത്തിരിയേറെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷെ ആ സോളോ സോങ് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോണ്ടെക്സ്റ്റ്, കമ്മ്യൂണിയൻ കഴിഞ്ഞ് ഈശോയെ സ്വീകരിച്ചിരിക്കുന്ന സമയമാണ്. അതിൻ്റെ ലിറിക്സ് ശ്രദ്ധിക്കണം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ ഡിക്രിയിൽ മുസിക്കാം സാക്രാമിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോണ്ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ദ ലിറിക്സ് ഷുഡ് ബി സിമ്പിളായിരിക്കണം, ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന തരത്തിലായിരിക്കണം. അപ്പം അതുകൊണ്ട് സോളോ സോങ് നമുക്ക് പാടാവുന്നതാണ് കമ്മ്യൂണിയൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഒരു കാഴ്ചവെപ്പിന്. അപ്പം അതുകൊണ്ട് കോറൽ സിംഗിങ് മാത്രമാണ് നമുക്ക് ദേവാലയത്തിൽ പാടാവൂ എന്നുള്ളതില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഒരു കാര്യം ഇൻസ്ട്രുമെൻ്റൽ സെഷൻസ്. പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ സാഹചര്യത്തിലൊക്കെ, ഞാനിപ്പോൾ ഇവിടെ യൂറോപ്പിൽ ഓസ്ട്രിയയിൽ വിയന്ന ആർച്ച് ഡയസിസിൻ്റെ കീഴിലൊരു പള്ളിയിലാണ്.
ഇവിടെ പലപ്പോഴും ദേവാലയങ്ങളിൽ കാണുന്ന ഒരു സിസ്റ്റമാണ്. യൂറോപ്പിൽ മാത്രമായിരിക്കണമെന്നില്ല, വെസ്റ്റേൺ ചർച്ചിൽ പലയിടത്തും കാണാൻ പറ്റും. കോറൽ സിംഗിങ് ആയിട്ട് പാടാറുണ്ട്, സോളോ ആയിട്ട് പാടാറുണ്ട്. മൂന്നാമതൊരു സാധ്യത കൂടിയുള്ളത് ഇൻസ്ട്രുമെൻ്റൽ വേർഷൻ കുർബാന മധ്യേ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതലും കമ്മ്യൂണിയൻ ടൈമിലാണ് വരിക. നോ വോക്കൽസ്, നോ കോൺഗ്രിഗേഷൻ സിംഗിങ്, അതായത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആരും പാടില്ല. കുർബാന സ്വീകരിച്ച് എല്ലാവരും ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊയറിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ സെഷൻകാർ ഒരു പാട്ട് ഇൻസ്ട്രുമെൻ്റലി പ്ലേ ചെയ്യും. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇത് ആ കമ്മ്യൂണിറ്റിക്ക് അറിയാവുന്നൊരു പാട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ വാവാ യേശുനാഥ എന്നുള്ളൊരു പാട്ട്, അത് കൊയറെടുക്കുന്നു. ഒരു പിയാനോയും ഒരു ഫ്ലൂട്ട്, ഒരു അക്വസ്റ്റിക് ഗിറ്റാറിൻ്റെ അക്കമ്പനിമെൻറ്റോടുകൂടി ശാന്തമായിട്ട് വായിക്കുകയാണ്. ഇത് മതി നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അവിടെ ഒരു കോറൽ സിംഗിങ് പാടണമെന്ന് അർത്ഥമില്ല, സോളോ സോങ് പാടണമെന്ന് ആവശ്യമില്ല, ഇൻസ്ട്രുമെൻ്റ് വായിച്ചാലും മതി. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അൾട്ടിമേറ്റ് എൻഡ് എന്താണെന്നുള്ളതാണ്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈശോയെ തൻ്റെ ഉള്ളിൽ സ്വീകരിച്ചിരിക്കുന്ന സമയം ഒന്നും കൂടി ദൈവത്തിങ്കിലേക്ക് ആഴപ്പെടുവാൻ, ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനായിട്ട് ഈ സംഗീതത്തിന് സാധിക്കണം. അത് കോറൽ സിംഗിങ്ങോ സോളോയോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റലോ എന്തായാലും കുഴപ്പമില്ല. ഇവിടെയാണ് വത്തിക്കാൻ കൗൺസിൽ നമ്മളോട് പറഞ്ഞ ദ സ്യൂട്ടബിലിറ്റി, ദ ഡെക്കോറം ഓഫ് ദ ലിറ്റർജി, അത് പാലിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് സഭ ആരാധനാക്രമ സംഗീതത്തെ പരിപോഷിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരിക്കലും കോറൽ സിംഗിങ് മാത്രമാണ് ആരാധനാക്രമ സംഗീതം എന്ന് ഒരിക്കലും അർത്ഥമില്ല. നമുക്ക് കോറൽ സിംഗിങ് നമുക്ക് പാടാവുന്നതാണ്, സോളോ പാടാനായിട്ടുള്ള സാധ്യത നമുക്ക് പള്ളിയിലുണ്ട്. പക്ഷെ അപ്പോൾ ഗായകനും ഗായികയും ശ്രദ്ധിക്കണം ഏത് തരം പാട്ടാണ് പാടുന്നത്. നാം പാടുന്ന ആ ഒരു പാട്ട് ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് സോളോ സോങ്ങിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ ഒരു സാധ്യതയുള്ള നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ വായിക്കാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സ്യൂട്ടബിലിറ്റി, അതിൻ്റെ ഡെക്കോറം, ഇത് നാം ഫിക്സ് ചെയ്യേണ്ട ഒന്നാണ്.